ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്ലീവ് വെക്കാത്ത റെഡിമെയ്ഡ് ഡ്രസ്സിൽ എങ്ങനെയാണ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാമെന്നാണ്. ചില ഡ്രസ്സുകളിലൊക്കെ സ്ലീവ് ഓൾറെഡി ഉണ്ടായിരിക്കും, ചിലതിൽ സ്ലീവ് ഒരു അറ്റാച്ച് ചെയ്യാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും തരിക. അപ്പോൾ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന സ്ലീവാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഇത്രയും ലെങ്ത്ത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ 3 ഇഞ്ച് ലെങ്ത്ത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുകയാണ്. 3 ഇഞ്ചിൽ മെഷർ ചെയ്തെടുക്കാം. ഈ ഒരു വശം അവർ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ 3.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു 1/4 ഇഞ്ചായിട്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഒരു സൈഡ് അവർ ഓൾറെഡി മടക്കി അടിച്ചത് കൊണ്ടാണ് കറക്റ്റ് 3.25 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അങ്ങനെ മടക്കി അടിക്കാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കാൻ ആവശ്യമായിട്ടുള്ള 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഡ്രസ്സിലോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിനെക്കാട്ടും മുൻപേ ഈ സ്ലീവിൻ്റെ ഈ ആം ഹോളിൻ്റെ ഈ പോർഷൻ അവർ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പോർഷൻ, അവിടെ നമ്മൾ കുറച്ച് ഏരിയയിൽ നമ്മൾ സ്റ്റിച്ചൊന്ന് അഴിച്ചിടണം. എളുപ്പത്തിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് പിടിപ്പിച്ചിടുന്നത്. ആം ഹോളിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് അഴിച്ചിടേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ ഷേപ്പ് ചെയ്ത് അടിച്ചിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നിന്നായതുകൊണ്ടാണ് ഇവിടെ നിന്ന് അഴിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടം വരെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ കുറച്ച് അഴിച്ചിടുക. ഈ സൈഡിൽ സ്റ്റിച്ച് അഴിച്ചിട്ട പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് അഴിച്ചിടുക. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് അഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് നോക്കാം. സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ അവർ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു ബാക്ക് വശം, ഇത് സ്റ്റിച്ചിങ് മടക്കി അടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സ് നമ്മൾ മറച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു മടക്ക് വന്നിരിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ പൊസിഷൻ. അപ്പോൾ ആ സെൻട്രൽ പൊസിഷൻ കറക്റ്റ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഡ്രസ്സ് മറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ വെച്ചത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതായത് സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ആ സെൻറ്റർ വരെയുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലേക്കായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പോർഷനിലൂടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി വേറെ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല. ഈ ഒരു രീതിയിൽ തന്നെ അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈയിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അതോടൊപ്പം തന്നെ നമ്മൾ മുൻപ് സ്റ്റിച്ച് അഴിച്ചിട്ടുണ്ടായിരുന്ന ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2-3 സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ അഴിച്ചിട്ട ഭാഗം വരെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, ജസ്റ്റ് അങ്ങോട്ട് താഴോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ എക്സ്ട്രാ 2-3 സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്ത് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഉള്ളിലോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഡ്രസ്സ് ഭയങ്കര ടൈറ്റാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്